हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 35-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യജ്ഞാത്വാ ന പുനർമോഹമേവം യാസ്യാസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി. മലയാളം: സർവബോധങ്ങളെ തന്നിൽ പിന്നെ എന്നിലറിഞ്ഞിടും വിജ്ഞാനത്തിലുദിക്കില്ല വ്യാമോഹം തെല്ലുപോലുമേ. പാണ്ഡവ യദ് ജ്ഞാത്വാ, അല്ലയോ അർജുന, ഈ ജ്ഞാനം സിദ്ധിച്ചാൽ പുനഃ ഏവം മോഹം ന യാസ്യസി, പിന്നെ നീയെ ഞാൻ എൻ്റെ എന്നുള്ള മോഹം അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തില്ല. ഏന ഭൂതാനി അശേഷേണ ആത്മനി അധ മയി ദ്രക്ഷ്യസി. ആ ഒരു ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവചരാചരങ്ങളും സ്വന്തം ആത്മാവിലും അനന്തരം എന്നിലും, അതായത് പരമാത്മാവിലും നീ ദർശിക്കും. അങ്ങനെ ഒരു ബോധോദയം ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അവസാനം കുറച്ച് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല, എന്നാലും ഒപ്പിച്ചതാണ്. അതിൻ്റെ കുറച്ച് ബാക്കി പറയാം. അതായത് ഒരു ഗുരുനാഥൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഗുരുനാഥൻ ശിഷ്യനെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗുരുനാഥൻ ശാസ്ത്രതത്വങ്ങൾ നല്ലവണ്ണം ഗ്രഹിച്ചവനായിരിക്കണം, ബ്രഹ്മനിഷ്ഠനായിരിക്കണം. പണ്ട് ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സിഗരറ്റ് കണ്ടിന്യൂസ്ലി ചെയിൻ സ്മോക്കറായിട്ടുള്ള ഒരു മാഷ് എന്നിട്ട് മക്കളോട് കുട്ടികളെ സിഗരറ്റ് വലിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ കാണുന്നത് ക്ലാസ്സിൻ്റെ ഇടയിൽ പോലും സമയം ഉണ്ടാക്കിയിട്ട് 5 മിനിറ്റ് പുറത്ത് പോയിട്ട് വലിക്കുന്ന മാഷയാണ്. അപ്പം അങ്ങനെയല്ല ഗുരുനാഥനാവേണ്ടത്, ബ്രഹ്മനിഷ്ഠനായിരിക്കണം. നമ്മൾ ഈ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജ്ഞാനിയായിരിക്കണം. ഒരു ഗുരുനാഥനെയാണ് വേണ്ടത്. അത് ഭഗവാൻ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തന്നുകൊള്ളു. നമ്മളതിനെപ്പറ്റി ടെൻഷൻ അടിക്കുകയേ വേണ്ട. അതിനെല്ലാറ്റിനും ഭഗവാൻ ഉണ്ടല്ലോ റെഡിയായിട്ട്. എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം നൽകാനും എന്ത് കാര്യം നമ്മളിലേക്ക് എത്താനും ഒക്കെ അവിടെ ഉണ്ട് ആൾ. നമ്മളൊന്ന് കാണുക വേണ്ടു. അങ്ങവരെ ഒന്ന് നന്നായിട്ടൊന്ന് കണ്ടാൽ മാത്രം മതി. സാധാരണ നമ്മൾ പറയുന്ന ഈ കാണലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ നല്ലൊരു ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവായിരിക്കണം. ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഗുരുവായിരിക്കണം. ആത്മാനുഭൂതി കൈവന്നിട്ടുള്ളതായിരിക്കണം ഗുരു. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു ശിഷ്യനെ നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അനുഭവജ്ഞാനം, എന്താണ് സത്യം എന്നുള്ള അനുഭവജ്ഞാനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ഗുരുസ്ഥാനം അല്ലെങ്കിൽ ഒരു ഗുരു നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഇനി വീണ്ടും ഈ 35-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ തുടങ്ങിയുള്ളൂ പറയുന്നത് ജ്ഞാനം കൊണ്ട് എന്താണ് ഫലം, അല്ലേ? ഓരോന്നിലും കഷ്ടപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ ഫലം കിട്ടിയെന്ന് വരും. പക്ഷെ അങ്ങനെ ജ്ഞാനം നേടിയിട്ട് എന്താണ് ഫലം? ഏത് കർമ്മങ്ങൾ ചെയ്താലും അതിനൊരു കർമ്മഫലം ഉണ്ടാവില്ലേ? ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ കർമ്മം ചെയ്യണമെന്നാണ് ഇതുവരെയുള്ള ശ്ലോകങ്ങളിലും അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ ഗുരുവിമുഖത്തിൽ നിന്നും കേട്ട് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ബോധോദയം ഉണ്ടാവും. ഈ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും നീ തന്നെയാണ്. അവിടെ പിന്നെ ഞാൻ, എൻ്റെ ബന്ധുക്കൾ, ഇപ്പോഴും അർജുനൻ്റെ മനോവികാരം അത് തന്നെയാണെന്ന് കൃഷ്ണന് മനസ്സിലായിട്ടുണ്ട്. അതായത് ഞാൻ എങ്ങനെ എൻ്റെ ബന്ധുക്കളെ കൊല്ലും എന്നുള്ള ഒരു ചിന്ത അർജുനൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ശ്രീകൃഷ്ണന് മനസ്സിലായതുകൊണ്ട് പറയാണ്, ഈ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, ജ്ഞാനയജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നീ പരമപദത്തിലെത്തും. അപ്പം പിന്നെ ഞാൻ എൻ്റെ എന്നുള്ള വിചാരമൊന്നും നിനക്ക് ഉണ്ടാവില്ല. എല്ലാം നീ തന്നെയാണ്. എല്ലാം ഈ ചൈതന്യങ്ങൾ മുഴുവൻ തന്നെയാണ് എന്നിലുള്ളത്. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലും ഉള്ളതാണ്. ഇങ്ങനെ ചുറ്റും കാണുന്നതെല്ലാം ഒരു മായ മാത്രമാണെന്ന് നീ തിരിച്ചറിയും. ഇതൊന്നും അല്ല സത്യം എന്നുള്ളത് നീ മനസ്സിലാക്കും. അതാണ് ഈ ജ്ഞാനയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ സ്വപ്നം കണ്ടിട്ട് എണീക്കുമ്പം
ആ സ്വപ്നം നിലനിൽക്കുന്നില്ലല്ലോ. അതേപോലെ പലതരം സ്വപ്നങ്ങൾ കാണുമല്ലേ, പക്ഷേ എന്താ കാര്യം, എണീറ്റ് കഴിഞ്ഞാൽ നമ്മളും കട്ടിലും മാത്രമാണ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ സ്വപ്നം നിലനിൽക്കാത്തതുപോലെ ഇതെല്ലാം മായക്കാഴ്ചകളാണെന്ന് നീ മനസ്സിലാക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവനായിട്ടും നീ ഉണ്ടെന്നും ഒരു ഇതിനെല്ലാറ്റിനും ഉപരി ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപം. ആ ഒന്ന് മാത്രമാണ് സത്യം. അത് നീ മനസ്സിലാക്കും. ഇപ്പോൾ ഇന്ദ്രജാലം കാണിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൺകെട്ട് എന്ന് നമ്മൾ പറയണ പോലെ വെള്ളം ചിലപ്പോൾ പാലാവും, ചിലപ്പോൾ പേപ്പർ എടുത്ത് പ്രാവിനെ ആക്കും, ചിലപ്പോൾ കഷ്ണങ്ങളായിട്ടുള്ള തുണികൾ നീണ്ടൊരു കയർ പോലെ പിരിച്ച് കൊണ്ടുവരും. അങ്ങനെ ഇതെല്ലാം മായയാണല്ലോ കാണിക്കുന്നത്. അതേപോലെ ഒരു മായ കൊണ്ടൊരു മറ സൃഷ്ടിച്ചേക്കുകയാണ് ഈ ലോകത്ത്. ഇതൊന്നുമല്ല പരമമായിട്ടുള്ള സത്യം. അപ്പോൾ ഇന്ദ്രജാലക്കാരൻ്റെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാണിച്ചത് മുഴുവനും കൺകെട്ടായിരുന്നു എന്ന്. അത് നമ്മൾക്ക് മെല്ലെ അനുഭവം കൊണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഈ നല്ലൊരു ഗുരുനാഥനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനം നേടും. ഈ ജ്ഞാനം കുറേശ്ശെ നിന്നിലേക്ക് എത്തുമ്പോൾ നീ മെല്ലെ അതിൻ്റെ രസങ്ങൾ മുഴുവനും അനുഭവിച്ചു തുടങ്ങും. അതുവരെ നിനക്ക് ഇത് വിശ്വസിച്ചേ പറ്റൂ, ഇതെല്ലാം വിശ്വസിച്ചേ പറ്റൂ. കാരണം ചെറിയൊരു കുട്ടി കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൊരു രസകരമായൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയാണ്. എന്തിനാണ് കരയുന്നത്? അച്ഛനും അമ്മയും എന്തിനാ എന്നെ കൂടാതെ കല്യാണം കഴിച്ചതെന്ന്. എന്നെ കൂട്ടിയില്ല, എന്നെ കൊണ്ടുപോയില്ല നിങ്ങളുടെ കല്യാണത്തിന് എന്നും പറഞ്ഞ് കരയുന്നൊരു വീഡിയോ കണ്ടായിരുന്നു. അതേപോലെ കുട്ടിക്ക് അപ്പം നമ്മൾ എന്താണ് കുട്ടിയോട് പറയണത്? അന്ന് കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരുന്നു, അതുകൊണ്ടാണ് കുഞ്ഞിനെ കൂട്ടാൻ, അമ്മയുടെ വയറ്റിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറയും. അത് സത്യമല്ല. പക്ഷേ നമുക്ക് ആ സന്ദർഭത്തിൽ വളരെ ചെറിയ കുട്ടികളോട് തത്വമൊന്നും ഉപദേശിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കളവ്, അതായത് നമുക്ക് നിലനിൽക്കാൻ ആവശ്യമാണ്. ആ കുട്ടിക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നതുകൊണ്ട് തെറ്റില്ല അങ്ങനെ. പിന്നെ പിന്നീട് അത് കുട്ടി മനസ്സിലാക്കും, ഇത് അങ്ങനെയല്ല അതിൻ്റെ സത്യം എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ പ്രപഞ്ചം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും ആത്മാവ് മാത്രമാണ്, മറ്റൊന്നുമല്ല. ഇപ്പോൾ കടലിൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന തിരകളെല്ലാം ഈ കടൽ തന്നെയാണ് എന്ന് ബോധ്യമാവില്ലേ? അതുപോലെയാണ്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനമാണോ നമുക്ക് ഗുരുവിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാനും പിന്നെ ഗുരുവിനോട് എത്ര കാലം ഗുരുവിൽ നിന്ന് ഈ ജ്ഞാനം നേടണം, എത്രയോ കാലം നേടണം ഗുരുവിൽ നിന്ന് ജ്ഞാനം കിട്ടണമെങ്കിൽ. അത് അത്രയും ഗുരുവിനോടുള്ള ഒരു ഗാഢമായിട്ടുള്ള ഒരു ബന്ധം തന്നെ വേണം. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പരിസമാപ്തി, അതായത് പരബ്രഹ്മം എന്താണെന്ന് നീ മനസ്സിലാക്കി മറ്റുള്ള ഭ്രമങ്ങളെല്ലാം നിന്നിൽ നിന്ന് മാഞ്ഞ് പോകുന്നു. പിന്നെ ഞാൻ എൻ്റെ എന്നുള്ള യാതൊരു ചിന്തയില്ല, വേറൊരു വഴിയും ഇതിനില്ല. ഇപ്പോൾ കുട്ടികളോട് പറയില്ലേ നമ്മൾ, പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. എങ്ങനെയാണ്? അപ്പോൾ എനിക്ക് ഇന്നതിൽ എത്തണം, എനിക്ക് A+ കിട്ടണം, അല്ലെങ്കിൽ MBBS സീറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന റാങ്ക് കിട്ടണം, അത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതൊരു ലക്ഷ്യം മാത്രമാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഒരു വിദ്യാർത്ഥിയുടെ കടമ എന്താണ്? പഠിക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഒരു രക്ഷയില്ല പഠിക്കാതെ. വെറുതെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അമ്പലത്തിൽ കൊണ്ട് ഞാൻ 4 തേങ്ങ ഉടച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളെ എനിക്ക് ഫുൾ A+ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കിട്ടില്ല. പഠിച്ചിട്ടില്ലേ, ഒന്നും പഠിക്കാതെ. പക്ഷേ ഇനി അങ്ങനെ പഠിക്കണമെങ്കിൽ ആര് വേണം? ഒരു ടീച്ചർ വേണം, ഒരു ഗുരുനാഥ അവിടെ വേണം. അതേപോലെ തന്നെയാണ് നല്ലൊരു ഗുരുവിനോട് നല്ലൊരു ടീച്ചർ നല്ല ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് പാഠഭാഗങ്ങൾ മുഴുവനും പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ പരീക്ഷയെ പറ്റിയിട്ട് യാതൊരു പേടിയും ഉണ്ടാവില്ല. ആ കുട്ടി ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ ഉണ്ടാവും, അല്ലെങ്കിൽ നേടും, വിചാരിച്ച് തന്നെ നേടും. ഇനി 36ാമത്തെ ശ്ലോകം. അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. മലയാളം. മനസ്സൊതുങ്ങി നിൽക്കുന്നോൻ, തെറ്റിപ്പോയി. പാപിവർഗത്തിലും മീതെ പാപിയാണെന്നിരിക്കലും ജ്ഞാനമാം നൗക നിന്നെയും അജ്ഞാനാന്തമണച്ചിടും. സർവേഭ്യ പാപേഭ്യ പാപകൃത്തമ, ഏറ്റവും വലിയ പാപി, പാപികളിലും വെച്ച് പാപി. അസി ചേത് അഭി ആണെങ്കിൽ പോലും
സർവം വൃജിനം എല്ലാ പാപങ്ങളെയും ജ്ഞാനപ്ലവേന ഏവ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് തന്നെ സന്ധിരിഷ്യസി നീ തരണം ചെയ്യും. അതായത് ഏറ്റവും കൊടും പാപമാണ് ചെയ്തിരിക്കണമെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിനക്ക് ഈ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് തന്നെ ഈ പാപമാകുന്ന സമുദ്രത്തെ തരണം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഈ ജ്ഞാനം കൊണ്ട് യജ്ഞം കൊണ്ടുണ്ടാവുന്ന ഒരു ഇന്ദ്രിയ അനുഭൂതിയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഭഗവാൻ വാഗ്ദാനം കൊടുക്കുകയാണല്ലോ, അങ്ങനെ നേടാം, നിനക്ക് നന്നാവാം എന്നൊക്കെ പറഞ്ഞ്. ആ വാഗ്ദാനങ്ങൾ എപ്പോഴും നമ്മളെ മോഹിപ്പിക്കില്ലേ. അപ്പം അങ്ങനെ മോഹം വന്നപ്പം അർജുനന് വീണ്ടും ചെറിയൊരു സംശയം ഉണ്ടാവില്ലേ എന്ന് ഭഗവാനൊരു സംശയം. അതായത് ഇത്രയും പാപം ചെയ്യാൻ പോവല്ലേ ഞാൻ, അപ്പം അങ്ങനെ പാപം ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും ഇതിന് മുന്നേ. അങ്ങനത്തെ ഒരാൾക്ക് ഈ ജ്ഞാനത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അതിനുള്ളൊരു അർഹത ഉണ്ടോ? പാപി എപ്പോഴും പാപി തന്നെയല്ലേ. എന്നാൽ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നാ അതിനുള്ള മറുപടി കേട്ടോളൂ. അതായത് ഭഗവാൻ പറഞ്ഞത് ചിത്തശുദ്ധി വരുത്തണം. ചിത്തശുദ്ധി ഒരു ഗുരുവിലൂടെ ചിത്തശുദ്ധി നേടി ഗുരുവിലൂടെ ജ്ഞാനം നേടണം, അവസാനം പരമപദം പ്രാപിക്കാം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പാപം ചെയ്തിട്ടുള്ള ആൾക്ക് എങ്ങനെ ചിത്തശുദ്ധി വരുന്നേ? അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കള്ളൻ എപ്പോഴും കള്ളനാവണമെന്നില്ല, ഒരു സാഹചര്യം അവനെ കള്ളനാക്കിയതായിരിക്കാം. അപ്പം നിരീശ്വരവാദികളുണ്ട്. ഒരു ചെറിയൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട്, ചെറിയൊരു അനുഗ്രഹം അവരിൽ എത്രയൊക്കെ നിരീശ്വരവാദം പറഞ്ഞാലും ചെറിയൊരു അനുഭവം അവർക്ക് ഭഗവാന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ പിറ്റേ ദിവസം മുതൽ അങ്ങനെയുള്ള എത്രയോ പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഭഗവത് ഭക്തി മാത്രമായിട്ട് നടക്കാൻ തുടങ്ങും. കാരണം അതവൻ്റെ അനുഭവമാണ്, അനുഭവം കിട്ടിയതാണ് അവന്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വാൽമീകി മഹർഷിയുടെ കഥ എന്തായിരുന്നു? ആദ്യം അത്രയും ദുഷ്ടത്തരം ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നതാണ്, ഋഷിമാരെ മുഴുവൻ ദ്രോഹിച്ച് അവസാനം ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ഒരു ഋഷിയായിട്ട് മാറുകയും ചെയ്തു. ഏത് അക്രമം ചെയ്തവരും പിന്നീട് എന്തെങ്കിലും ഒരു ബോധോദയം, അതായത് ഒരു ആരുടെയെങ്കിലും ഒരു ഉപദേശം കേട്ട് അല്ലെങ്കിൽ നല്ലത് ഉപദേശിച്ചത് കേട്ടത് വായിച്ചോ എങ്ങനെയെങ്കിലും ഒരു ജ്ഞാനം, ഇപ്പം ജയിലിലൊക്കെ കിടക്കുന്ന ആൾക്കാർ ബുക്കുകളൊക്കെ വായിച്ച് എത്രയോ നല്ലതായിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അത്രയും പവർഫുള്ളാണത് ഈ മാർഗം എന്ന് പറയണത്, ഈ ജ്ഞാനയജ്ഞം എന്ന് പറയണത് അത്രയ്ക്കും പവർഫുള്ളാണ്. അപ്പം അതുകൊണ്ട് നീ സംശയിക്കുകയേ വേണ്ട. പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിന് അർഹനാണോ എന്നൊന്നും നീ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല അർജുന. നിനക്ക് ആര് തന്നെ എത്ര കൊടും പാപം ചെയ്തവരാണെങ്കിലും ശരി, ആ പാപങ്ങളാവുന്ന സമുദ്രത്തെ മുഴുവനും ഈ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു മനുഷ്യൻ്റെയും തെറ്റ് ചിലപ്പോൾ സഹിച്ചു എന്ന് വരാല്ലേ, മറ്റുള്ളവർ ചിലപ്പോൾ സഹിച്ചില്ല എന്നും വരാല്ലേ. അപ്പം നമ്മളിങ്ങനെ എത്ര പാപങ്ങൾ ചെയ്തു കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തം മനസ്സിലാക്കാം, നമ്മൾക്ക് വേറൊരു പുതിയ മനുഷ്യനായിട്ട് മാറാൻ പറ്റും. അപ്പം എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ ഭഗവത്ഗീത. ഇവിടെ മതം ഒന്നും ഒരു പ്രശ്നമല്ല, ഏത് മനുഷ്യനായാലും ഏത് ജാതി മതമാണെങ്കിലും ഒരു പ്രശ്നമില്ല. പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിലും അവനും ഇതിനെ മുഴുവനും തരണം ചെയ്ത് അക്കരെ ചെന്നെത്താം. അതിന് ഈ ജ്ഞാനം ഉണ്ടാവുക മാത്രം മതി. ഇതാണ് ഈ ജ്ഞാനം പാപത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ അതിന് ഇനി വീണ്ടും ഈ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് നിനക്ക് പാപത്തിനെ പാപസമുദ്രം മുഴുവനും തരണം ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വീണ്ടും ഇനി അടുത്ത ശ്ലോകത്തിൽ ഈ ജ്ഞാനം പാപം എങ്ങനെയാണ്, ഈ പാപികളുടെ പാപങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ജ്ഞാനം കൊണ്ട് നശിച്ചു പോകുന്നത് എന്ന് വീണ്ടും വിശദീകരിച്ച് കൊടുക്കുക തന്നെയാണ് 37ാമത്തെ ശ്ലോകത്തിൽ. ഇത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അർജുനൻ്റെ മനസ്സിലെ ചിന്തകൾ മുഴുവനും ഭഗവാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇതല്ലേ നീ ചോദിക്കാൻ പോകുന്നത്, എനിക്കറിയാം, ഇനി ഇതല്ലേ നിൻ്റെ സംശയം, അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഉത്തരം നമുക്ക് തരികയാണ്. നമ്മളോടാണ് പറയുന്നത്, അർജുനനോടാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതെല്ലാം അർജുന നീ കേട്ടോ എന്ന് പറഞ്ഞ് പറയുന്നതല്ല, നമ്മൾക്കും കൂടിയിട്ടുള്ള ഒരു തത്വമാണ്. അതാണ് ഇവിടെ മതമൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാ മനുഷ്യന്മാർക്കും ഈവൻ പാപം ചെയ്തവർക്കാണെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് അവരെ മാറ്റിയെടുക്കാനുള്ള
ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് ഈ ഗീതയിലെ തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ തുമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.